നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇൻ്റഗ്രേഷനാണ്. സോ ഡിഫറൻസിയേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്, ഇൻ്റഗ്രേഷൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അറിയാമോ? ശരിക്കും ഇൻ്റഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഫംഗ്ഷൻ ഫ്രം ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. എന്താ അത്? നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ അല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? d/dx ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ചു. ഇനി ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിൽ നിന്ന് നമുക്ക് തിരിച്ചെന്ത് വേണം? ആ ഫംഗ്ഷനെ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേഷൻ. ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ചു, ആ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ച് ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? In other words, the procedure of finding the antiderivative of a function is called integration. കണ്ടോ? അതായത് എന്താണ്? The procedure of finding the antiderivative of a function. ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇൻ്റഗ്രേഷൻ ക്യാൻ ബി ഡൺ using multiple method like integration by substitution, integration by parts, integration by partial fraction, etc. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസ് പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഓരോ മെത്തേഡുകൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അവിടെ പഠിച്ച ചില കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആവരുത്, രണ്ടും കൂടി തിരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ അത് വേറെ ആക്കി എടുക്കുക, ഇൻ്റഗ്രേഷൻ വേറൊരു ടോപ്പിക്കാക്കി എടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് തന്നെ പഠിക്കണം. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആവരുത്, തെറ്റിപ്പോവും. ക്ലിയർ? അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്ന ഓരോ മെത്തേഡുകളാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെറിവേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഡെറിവേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂള് അല്ലേ, ചെയിൻ റൂള്. അതുപോലെ തന്നെ ഓരോ മെത്തേഡുകൾ ഇൻ്റഗ്രേഷനിൽ യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡുകളാണ് ഈ പറഞ്ഞ എന്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ. നമുക്കതെല്ലാം വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്നതിന് മുന്നേ ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ നന്നായി ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു ഇൻ്റഗ്രേഷൻ എന്താണ്? ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലേ, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? d/dx ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഡെറിവേറ്റീവ് അല്ലേ. d/dx ഓഫ് എഫ് ഓഫ് എക്സ് അഥവാ എഫ് ഡാഷ് എക്സ്, അതാണ് ശരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി. ഈ ഡെറിവേറ്റീവിൽ നിന്ന് തിരിച്ച് എന്ത് വേണം? ഈ ഫംഗ്ഷനിലേക്ക് വരണം. ആ ഫംഗ്ഷനിലേക്ക് വരാൻ എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് നമ്മൾ ചെയ്യും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ എഫ് ഡാഷ് എക്സിനെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നമ്മൾ അതിനെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഫൈ ഓഫ് എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനെ ഫൈ ഓഫ് എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോക്കിക്കേടാ, ഒരു ഗ്രാഫ് കണ്ടോ? ഇതൊരു ഗ്രാഫാണ്. അതിനൊരു എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞത്. ശരിക്കും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എവിടെയൊക്കെയാണ് ഈ ഇൻ്റഗ്രേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഏരിയ അണ്ടർ ദ കർവ്, ഒരു കർവിന് അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വോളിയം ഓഫ്, അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേടാ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. കണ്ടോ? ഇതിൻ്റെ ടോട്ടൽ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. നോക്കിക്കേ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആദ്യം ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പിൻ്റെ മാത്രം ഏരിയ കണ്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മാത്രം ഏരിയ ആദ്യം ഇങ്ങനെ എടുക്കും. കണ്ടോ? ഇതിങ്ങനെ ഓരോരോ റെക്റ്റാങ്കിൾ ആക്കി ഞാൻ വെച്ചിരിക്കുമല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. ആ കർവിൻ്റെ അടിയിലുള്ള ഏരിയയെ ഓരോ റെക്റ്റാങ്കിൾ ആക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എല്ലാ റെക്റ്റാങ്കിളിൻ്റെയും കൂടി ഏരിയ കണ്ടുപിടിച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ, നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ റെക്റ്റാങ്കിളിനെ മാത്രം കൺസിഡർ ചെയ്തു. കണ്ടോ? ഈ ഒരു റെക്റ്റാങ്കിളിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്തു, ഇതിനെ മാത്രം കൺസിഡർ ചെയ്തു. ഇതിനൊരു ബ്രെഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ എനിക്ക് കണ്ടുപിടിക്കാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോണത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണെന്ന്.
അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോണത്, ഒരു ഐഡിയ തരാൻ വേണ്ടിയാണേ. അപ്പോൾ ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ എനിക്ക് കിട്ടും. ഇനി ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ ആണോ? അല്ല, ഇത് ഒരുപാട് റെക്റ്റാങ്കിൾസുകളുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് വേണം? എല്ലാവരുടെയും കൂടി ഏരിയാസിൻ്റെ സമ്മേഷൻ ആയിരിക്കും. അതിൻ്റെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തരുടെയും സമ്മ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തരുടെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യും. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടോ, ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ കണ്ടോ, ഇൻ്റഗ്രൽ എന്ന് പറയും. ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ബി എന്ന് പറയുന്നത്, ഇത് ഗ്രാഫിൻ്റെ എക്സാക്സ് ആയിട്ടുള്ള പോയിന്റാണ് എ, ഇത് ഈ പോയിന്റാണ് ബി. അപ്പോൾ എ മുതൽ ബി വരെയുള്ള പോയിന്റിനിടയ്ക്കുള്ള ഈ ഗ്രാഫിൻ്റെ ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഫ്രം എവിടെ തൊട്ട്? എ ടു ബി. കണ്ടോ, ഇൻ്റഗ്രൽ എ ടു ബി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ഒരൊറ്റ റെക്റ്റാങ്കിളിൻ്റെ, ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ കണ്ടോ, ഇതിൻ്റെ ഒറ്റ റെക്റ്റാങ്കിൾ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും? അതിൻ്റെ ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അതായത് ഇപ്പം ഈ ഫംഗ്ഷൻ f(x)നെ എ ടു ബി എന്ന് പറയുന്ന ലിമിറ്റിൽ ഞാൻ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഇൻ്റഗ്രേഷൻസ് ഉണ്ട്, 2 തരം ഇൻ്റഗ്രൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണെന്ന് അറിയാമോടാ? ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്. നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും പഠിക്കാനുണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ. ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്തൗട്ട് എനി ബൗണ്ട്സ്. അതായത് നമ്മളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്, പക്ഷേ അവിടെ ഒരു ബൗണ്ട്സ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. നോക്കിക്കേ, ഞാൻ പറയുവാണ്, ഇപ്പം ഇൻ്റഗ്രൽ f(x) ഒരു ഫംഗ്ഷനാണ്, ഇതിനെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ f(x) എന്നുള്ളത് sin x ആണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ പറയുവാണ് ഇൻ്റഗ്രൽ sin x. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ജസ്റ്റ് അത്ര, അത് മാത്രം. അതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അതായത് ആ ഇൻ്റഗ്രേഷന് ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റോ ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ക്ലിയർ? ഇനി അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? ഡെഫിനിറ്റ്, കാരണം ഒരു കൃത്യതയുണ്ട് ആ പേരിൽ തന്നെയുണ്ട്. നോക്കിക്കേ, ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ സ്പെസിഫിക് ഇൻ്റർവൽ ബൗണ്ടഡ് ബൈ എ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്. മനസ്സിലായി? അതായത് ഒരു ലോവർ ലിമിറ്റും കാണും, ഒരു അപ്പർ ലിമിറ്റും കാണും. ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ f(x) ഫ്രം എ ടു ബി. കണ്ടോ, ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ്സിനുള്ളിൽ നമ്മൾ എടുക്കുന്ന ഇൻ്റഗ്രേഷനാണ് എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞേ. അടുത്ത് നോക്കിക്കേ, നൊട്ടേഷൻ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ f(x) dx is equal to കണ്ടോ f(x plus c). എപ്പോഴും ശ്രദ്ധിക്കണം, കണ്ടോ, നമ്മൾ എപ്പോഴും ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഒരു +c കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ഒരു പ്ലസ് കോൺസ്റ്റൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് d/dx ഓഫ് sin x എടുത്ത സമയത്ത് എന്താണെന്നറിയാമോ? ഡെറിവേറ്റീവ് ഓഫ് sin x എന്തായിരുന്നു? cos x. അത്രയും നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷൻ എടുക്കുകയാണ്, ഞാൻ പറയാം ഇൻ്റഗ്രൽ sin x എടുക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ sin x എന്താണെന്നറിയാമോ? എന്താണ്? -cos x ആണ്. -cos x എഴുതി അവിടെ വെച്ച് എനിക്ക് നിർത്താൻ പറ്റത്തില്ല. പകരം എന്ത് വേണം? ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ, അതായത് ഒരു ലിമിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി കൊടുക്കണം. കണ്ടോ, -cos x plus c അങ്ങനെയായിരിക്കും എഴുതുന്നത്. ഓക്കെ, അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഒപ്പം എപ്പോഴും ഒരു c കൂടി ഉണ്ടാവും. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷൻ നോക്കുക, ചിലപ്പോൾ c ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ നൊട്ടേഷൻ. എന്താണ്? ഇൻ്റഗ്രൽ f(x) dx is equal to f(x plus c). ഓക്കെ, ഇനി എന്താണ്? ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആ സമയം എന്തായിരിക്കും? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നോക്കിക്കേ, ഇൻ്റഗ്രൽ a to b f(x) dx is equal to കണ്ടോ, ഇൻ്റഗ്രൽ a to b f(x) dx. a to b f(x) ഞാൻ പറഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. a to b f(x) dx എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? f(b - f(a), അതായത് ഫംഗ്ഷൻ ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് ഫംഗ്ഷൻ ഓഫ് ലോവർ ലിമിറ്റ്, f(b - f(a). അങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? മൂന്നാമത് നോക്കിക്കേടാ,
ഗിവ്സ് എ ഫാമിലി ഓഫ് ഫങ്ഷൻസ്. അതായത് നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ റിസൾട്ട് എപ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്റഗ്രേഷൻ എടുക്കുന്ന എപ്പോഴും എന്തിനാണ്? നമ്മളൊരു ആന്റി ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ആ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും തിരിച്ചു കിട്ടുന്നത്? അതിന്റെ ആന്റി ഡെറിവേറ്റീവ് അല്ലേ? അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തന്നെയല്ലേ തിരിച്ചു കിട്ടുന്നത്? അതാണ് പറയുന്നത്. റിസൾട്ട് എന്തായിരിക്കും? ഗിവ്സ് എ ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് ആയിരിക്കും. ക്ലിയർ? ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലോ ഗിവ്സ് എ സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂ. കണ്ടോ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ട് ന്യൂമറിക് വാല്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്താ? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഓക്കെ എ ടു ബി ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ എ ടു ബിക്ക് പകരം എനിക്ക് ഒരു വാല്യൂ കൊടുക്കാം. ഇന്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് ഇങ്ങനെ കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറയുവാണ്. അതിൻ്റെ ആൻസർ വരുന്നത് x³ 3 + c എന്ന് വരും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ x² 3 എന്ന് വരും. എന്നിട്ട് എന്ത് വരും? ഇവിടെ ലിമിറ്റ് കൊടുക്കണം അല്ലേ? ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 to 3. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ്. കണ്ടോ? a to b അപ്പർ ലിമിറ്റ്, മുകളിലുള്ള ആളാണ് ബി. അതായത് എഫ് ഓഫ് 3. അപ്പോൾ എഫ് ഓഫ് 3 അല്ലേ ഇവിടെ വേണ്ടത്? അതായത് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2 എന്നാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് 3 അല്ലേ? അപ്പോൾ x³ എക്സിന് പകരം 3 അല്ലേ? 3³ മൈനസ് എന്തായിരിക്കും? എഫ് ഓഫ് എ 2³ അല്ലേ? 2³ 3 ദ ഹോൾ ക്യൂബ് അങ്ങനെയായിരിക്കും പോണത്. മനസ്സിലായത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞായിരിക്കും പോണത്. ക്ലിയർ? അതായത് നമുക്കിത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലി ഒരു ന്യൂമറിക്കലായിട്ടൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്കൊരു ഫംഗ്ഷനോ ഒരു എക്സ്പ്രഷനോ അല്ല കിട്ടുന്നത്. ക്ലിയർ? അതാണ് എന്ത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എപ്പോഴും നമുക്ക് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലോ നമുക്ക് എപ്പോഴും എന്താണ്? ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആയിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേടാ. അടുത്ത നോക്കിക്കേ, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. എന്താണ്? ഒരു ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എപ്പോഴും എന്ത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രലോ? യൂസ്ഡ് ടു ഫൈൻഡ് ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ അക്യുമുലേറ്റഡ് ക്വാണ്ടിറ്റി സച്ച് ആസ് ഏരിയ അണ്ടർ ദ കർവ് ഓർ ബിറ്റ്വീൻ സ്പെസിഫിക് ലിമിറ്റ്. കണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞു? ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്താണ്? എപ്പോഴും കറക്റ്റ് സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? ഇൻഡെഫിനിറ്റ് പോലെ അല്ല. അപ്പോൾ എന്തിനായിരിക്കും ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടൊരു വാല്യൂ അല്ലേ കിട്ടുന്നത്? അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ കർവ്, അല്ലെങ്കിൽ ഒരു വോളിയം ഓഫ് അല്ലേ? വോളിയം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ്? ഒരു ദ ക്വാണ്ടിറ്റി എക്സാക്ട് വാല്യൂ ബിറ്റ്വീൻ സ്പെസിഫിക് ലിമിറ്റ്, സ്പെസിഫിക് ലിമിറ്റുകൾക്കിടയ്ക്കുള്ള എക്സാക്ട് വാല്യൂ അതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് എന്താണ്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഓപ്പറേഷൻസ് അല്ലെ? നമുക്ക് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് എടുക്കാനല്ലേ അല്ലേ? അപ്പോൾ അതെല്ലാം പഠിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡെഫിനിറ്റ് ഇന്റഗ്രൽസിലേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേടാ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ഇനി നമ്മൾ പഠിച്ചു ഡെറിവേറ്റീവ്സിന്റെ കാര്യം പഠിച്ചു. ഡെറിവേറ്റീവ് നമ്മൾ എപ്പോഴും ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആവരുത്. അവിടെ ഇതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്ത്, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ തെറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം റൂൾസ് ഫോർ ഇന്റഗ്രേഷൻ. ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുവാണ്. ഇത്രയും നേരം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറഞ്ഞത്. ഇനി വളരെ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് റൂൾസ് ഫോർ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റൂളുകൾ. നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് റൂളുകൾ പഠിച്ചായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, റിഫ്രഷ് ചെയ്ത് നോക്കിക്കേ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മളൊരു പവർ റൂൾ പഠിച്ചു. പവർ റൂൾ അല്ലേ? പവർ റൂൾ പഠിച്ചു. എന്താണ്? ഇന്റഗ്രൽ x⁻n dx അത് വന്നാലുള്ള കാര്യം പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചേ? പിന്നെ നമ്മൾ അഡീഷൻ റൂൾ പഠിച്ചു, സബ്ട്രാക്ഷൻ റൂൾ പഠിച്ചു, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചേ? പിന്നെ നമ്മൾ രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള റൂൾ പഠിച്ചു. എന്തായിരുന്നു? പ്രോഡക്റ്റ് റൂൾ പഠിച്ചു. പിന്നെ കോഷ്യന്റ് റൂൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചേ?
പിന്നെ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചു. ഓക്കെ, ചെയിൻ റൂൾ കോമ്പോസിഷനിലാണ് പഠിച്ചത്. സോ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ഉണ്ട്, പക്ഷെ അതിൻ്റെ പേരുകൾ വ്യത്യാസമായിരിക്കും അല്ലേ, അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകൾ വ്യത്യാസമായിരിക്കും. ക്ലിയർ? നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ. എന്താണ് പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ? ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണെന്നറിയാമോ? അതിൻ്റെ ഫോർമുല പറയുവാണ്. എന്താ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. എന്താണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. കണ്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഞാൻ പറഞ്ഞു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്, എപ്പോഴും ഒരു പ്ലസ് സി കൂടെ ആഡ് ആയിക്കൊണ്ട് പോകണം. ക്ലിയർ? ഇനി നോക്കിക്കേടാ, നമ്മൾ എന്തായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താ നമ്മൾ പഠിച്ചത്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലെ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയിരുന്നു. പക്ഷേ ഇൻ്റഗ്രേഷൻ വന്നപ്പോൾ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി വന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഫസ്റ്റത്തെ പവർ റൂൾ മനസ്സിലായല്ലോ. പവർ റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ ആൻഡ് പവർ റൂൾ ഇൻ ഡെറിവേഷനും ഓക്കെ ആണല്ലോ. ക്ലിയർ? നോക്കിക്കേ, അടുത്തത് അഡീഷൻ റൂൾ. അഡീഷൻ റൂൾ എന്താണ്? അഡീഷൻ റൂള് നമ്മൾ പഠിച്ചു. നമ്മൾ ഡെറിവേഷനിൽ എന്താ അഡീഷൻ റൂൾ പഠിച്ചേ? രണ്ട് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞേ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എന്താ എഫ് ഡാഷ് എക്സ് പ്ലസ് ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഡാഷ് എക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ഡെറിവേഷന് പകരം ഇൻ്റഗ്രേഷൻ, അത്രയേ ഉള്ളൂ. എന്താണ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. വേറൊന്നുമില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്ത് വേണം? ഓരോ ടേംസിനെയും സെപ്പറേറ്റ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇൻ്റഗ്രേഷൻ കിട്ടും. അതാണ് ഇത് അഡീഷൻ റൂൾ എന്ന് പറയുന്നത്. എന്താണ് അഡീഷൻ റൂൾ? ക്ലിയർ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സബ്ട്രാക്ഷൻ റൂള് സെയിം തന്നെയാണ്, വേറൊന്നുമില്ല, പ്ലസിന് പകരം മൈനസ് വരുന്നേ ഉള്ളൂ. ഓക്കെ, സബ്ട്രാക്ഷൻ റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് സ്റ്റേറ്റഡ് ആസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻ്റഗ്രേഷൻ രണ്ട് ഫംഗ്ഷൻസിനെ അല്ലേ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടുപേരെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഡിഫറൻസിയേഷൻ പോലെ തന്നെയാണ്. അവിടെ ഡിഫറൻസിയേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ? അടുത്തത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എന്താണ്? ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ക്യാൻ ബി സ്റ്റേറ്റ്സ് ആസ് വാട്ട്? ഇൻ്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്താണ്? വേറൊന്നുമില്ലടാ, ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റിനെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതിയാവും. അത് നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഡെറിവേറ്റീവ് പഠിച്ചപ്പോഴും അങ്ങനെയല്ലേ പഠിച്ചത്? എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ, അങ്ങനെയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ മൂന്ന് റൂളുകളും ഇവിടെ സെയിം തന്നെയാണ്. അവിടെ യൂസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അവിടെ ഇൻ്റഗ്രേഷൻ ആണ്, ഇവിടെ ഡിഫറൻസിയേഷൻ ആണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. എന്താണ്? ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ്. ഓക്കെ, ഒരു 90% ആൾക്കാർക്കും ഈ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചു, അതിലെ ഫോർമുലാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് വന്ന് ഇൻ്റഗ്രേഷനിലോട്ട് വരുമ്പം എന്തായാലും ആദ്യം കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും, കുറച്ച് ഫോർമുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയും ചെയ്യും. സോ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ഈ ഫോർമുലാസ് നമ്മൾ എന്ത് വേണം? ബൈഹാർട്ട് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും പഠിക്കുക, ഇൻ്റഗ്രേഷനും പഠിക്കുക, ഡിഫറൻസിയേഷനും പഠിക്കുക. ക്ലിയർ? ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് എന്താണ്? ഫസ്റ്റത്തെ ഫോർമുല നോക്കിക്കേ, ഇൻ്റഗ്രൽ 1 ഡി എക്സ്. ഇൻ്റഗ്രൽ 1 ഡി എക്സ്, 1 ഇൻറ്റു ഡി എക്സ് എന്താണെന്നറിയാമോ? എന്താണ്? ഈക്വൽ ടു എക്സ് പ്ലസ് സി. എന്താണ്? എക്സ് പ്ലസ് സി. എക്സ് ആണ് ആൻസർ, അതിൻ്റെ കൂടെ എപ്പോഴും ഒരു സി കൂടി ഉണ്ടാവും. ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് ഒരു സി കൂടി ഉണ്ടാവും. സോ നമുക്ക് എന്ത് വന്നു? ഇൻ്റഗ്രൽ 1 ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. നോക്കിയടാ, ഞാനിപ്പം ഇൻ്റഗ്രൽ 1 ഡി എക്സിന് പകരം ഡെറിവേറ്റീവ് ഓഫ് 1 ഡി എക്സ് എന്നായിരുന്നെങ്കിലോ?
d/dx ഓഫ് 1 ആയിരുന്നെങ്കിലോ എന്തായിരുന്നു നമുക്ക് കിട്ടേണ്ടത്? 0 ആണ് അല്ലേ? എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ 1 d/dx ഓഫ് 1 2 3 എന്ത് വന്നാലും എന്തായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ ഇന്റഗ്രേഷനിൽ അങ്ങനല്ല, അതിന് വാല്യൂ ഉണ്ട്. ഇന്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ? 1 ഇൻറ്റു എക്സ് ഡി എക്സിൻ്റെത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വരും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്തതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഫംഗ്ഷൻ കിട്ടുന്ന ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു ഡി എക്സ് എന്നല്ലേ? അതായത് ഇന്റഗ്രൽ ഡി എക്സ് എന്നല്ലേ സംഭവം? ഇന്റഗ്രൽ ഡി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡി എക്സിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? എക്സ് തന്നെയല്ലേ കിട്ടാനുള്ളത്? ഇന്റഗ്രൽ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് കിട്ടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. അത് ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കണേ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ്? d/dx ഓഫ് 1 എന്താണ്? 0 ആണ്. പക്ഷേ ഇന്റഗ്രൽ 1 dx എന്താണ്? എക്സ് ആണ്, 0 അല്ല. ക്ലിയർ? അത് ഓർത്തിരിക്കുക. അടുത്ത നോക്കിക്കേ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു എക്സ് പ്ലസ് സി ആണ്. ഓക്കെ. ഇനി ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്, അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ പവർ റൂൾ. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. കണ്ടോ? അത് ഡെറിവേറ്റീവ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ? d/dx ഓഫ് എക്സ് റേസ് ടു എൻ ആവുമ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. കണ്ടോ? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആയിരിക്കും. ക്ലിയർ? അടുത്ത് നോക്കിക്കേടാ, ഇന്റഗ്രൽ 1/x dx. ഇന്റഗ്രൽ 1/x dx. 1/x dx എന്താണ്? നോക്കിക്കേ, ലോഗ് മോഡ് എക്സ് പ്ലസ് സി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ഇടയ്ക്ക് കയറി വരുന്നൊരു സാധനമാണത്. ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. കണ്ടോ? ലോഗ് മോഡ് എക്സ് എന്തായി? ഡിനോമിനേറ്റർ. ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഡെറിവേറ്റീവ് ഓഫ് 1/x എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് 1/x d/dx ഓഫ് 1/x. 1/x ഞാൻ പറഞ്ഞു 1/x എക്സ് സ്ക്വയർ പോലത്തെ കുറച്ച് ഐഡന്റിറ്റീസിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. d/dx ഓഫ് 1/x എങ്ങനെയായിരുന്നു? 1/x വന്നാൽ നമുക്ക്, നിങ്ങൾക്കിപ്പം ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? 1/x നെ നമുക്ക് എന്തെഴുതാം? എക്സ് റേസ് ടു -1 dx എന്ന് എഴുതാം അല്ലേ? സോ എന്താണ്? d/dx ഓഫ് എക്സ് റേസ് ടു -1 n ഇൻറ്റു എൻ റേസ് ടു എൻ മൈനസ് n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ -1 ഇൻറ്റു എക്സ് റേസ് ടു -1 -1 ചെയ്ത ഓർമ്മയില്ലേ? -1 ഇൻറ്റു എക്സ് റേസ് ടു -2, അതായത് -1/x സ്ക്വയർ എന്ന് വരും. സോ ഡെറിവേറ്റീവ് ഓഫ് 1/x -1/x² ആയിരുന്നു. പക്ഷേ ഇന്റഗ്രൽ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് ആണ്. എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, ക്ലിയർ ആയി, അത് പോയി. അടുത്ത നോക്കിക്കേടാ, ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലും d/dx ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അതാണ് ആകെ ഉള്ള ഒരു സമാധാനം അല്ലേ? ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താലും ഇന്റഗ്രേഷൻ എടുത്താലും സെയിം വാല്യൂ തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. പിന്നെന്താണ്? ഇന്റഗ്രേഷൻ വരുമ്പോൾ ഒരു പ്ലസ് സി കൂടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. ക്ലിയർ? അടുത്ത നോക്കിക്കേ, ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ്. ഇപ്പൊ എ റേസ് ടു എക്സ് ഡി എക്സ് ഫോമിൽ വന്നാൽ എന്ത് വരും? എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് വരും. ഇതാണ് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് വരും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോമുലയാണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി, വേർ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു d/dx ഓഫ് എഫ് ഓഫ് എക്സ്. നോക്കിക്കേ, നിങ്ങൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നന്നായിട്ട് നോക്കും, നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുന്ന എന്താണെന്ന് നോക്കും. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. കണ്ടോ? എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. കണ്ടോ? ആ ഒരു ഫോമിൽ വന്നാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്, അങ്ങനൊരു ഫോമിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, കണ്ണുടച്ച് എന്തെഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ എഴുതുക, പ്ലസ് സി കൊടുക്കുക. കണ്ടോ?
എന്താണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഇ തന്നെ ആയിരിക്കും. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇൻ്റഗ്രൽ ഞാൻ പറയുകയാണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത് കണ്ടോ, ഇ റേസ് ടു എക്സിൻ്റെ എക്സ് സ്ക്വയർ ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ എക്സ് സ്ക്വയർ തന്നെയാണ് അല്ലേ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും, എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും കണ്ടോ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. അടുത്തത് ഇനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിപ്പോവാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷൻ്റെ ട്രിഗണോമെട്രിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ ഉള്ള ട്രിഗണോമെട്രിക് വാല്യൂസ് നോക്കിക്കേ. ഇൻ്റഗ്രേഷൻ ഫോർമുല ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ ഫോർമുലാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കിക്കേടാ, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് നിൽക്കട്ടെ, നമ്മൾ കോസ് എക്സ് ആണ് നിൽക്കട്ടെ, നമ്മൾ ആദ്യം സൈൻ എക്സ് അല്ലേ പഠിക്കുന്നത്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. നമ്മൾ പഠിച്ചു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആയിരുന്നു. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചത്. പക്ഷേ ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ നേരെ അങ്ങ് തിരിയും. എന്താണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ എക്സ് പ്ലസ് സി ആണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു. പക്ഷേ ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. അടുത്തത് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ എക്സ് പ്ലസ് സി ആണ്. എന്താണ് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് സി ആണ്. എന്താണ് നിങ്ങൾ ആലോചിക്കുക, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്തായിരുന്നടാ, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് അല്ലേ സീക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് വന്നാൽ എന്താവും, അത് ടാൻ എക്സ് ആവും. ഓക്കെ, അപ്പോൾ അതും കിട്ടിയല്ലോ. അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ, അത് കൊസീക് സ്ക്വയർ എക്സ് എന്ന്. അപ്പം ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഒരു എന്താണ് വേറെ ഒരു കോംപ്രമൈസും ഇല്ല, കാണാതെ പഠിക്കാനുള്ളത് തന്നെയാണ്. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, എല്ലാ ഫോർമുലാസും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനും പറ്റും. ഇനി എന്താണ് ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. സീക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക് എക്സ് പ്ലസ് സി ആണ്. അതായത് സീക് എക്സ് പ്ലസ് സിയുടെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സീക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് വന്നാൽ സീക് എക്സ് പ്ലസ് സി വരും. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് പ്ലസ് സി ആണ്. ഇനി ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇനി നോക്കണേടാ, ഇനി ശ്രദ്ധിക്കണേ, ഇനിയുള്ളത് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആണെങ്കിൽ സീക് സ്ക്വയർ എക്സ് എഴുതായിരുന്നു. പക്ഷേ ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞ് വന്നാൽ ലോഗ് മോഡ് സീക് എക്സ് ആണ്. എന്താണ് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് സി ആണ്. അടുത്തത് ഇൻ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ്. കോട്ടെക്സ് ഡി എക്സ് ആകുമ്പോഴോ ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. എന്താണ് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ സീക് എക്സ് ഡി എക്സ് വന്നാൽ ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. അടുത്തത് ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് വന്നാൽ ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, സോ ഇതെല്ലാം പഠിച്ചിരിക്കുക. അടുത്തത് ഇൻ്റഗ്രേഷൻ ഫോർമുല ഫോർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഉള്ള എന്ത് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ആണ്. ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ 1/√(1 - x). കണ്ടോ, ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ ഇൻ്റഗ്രൽ 1/√(1 - x² dx കണ്ടാൽ അതിൻ്റെ അർത്ഥം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ 1/√(1 - x² കണ്ടാൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചേ പറ്റൂ, ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ കയറി വരാം. അടുത്തത് ഇൻ്റഗ്രൽ -1/√(1 - x² എന്ന് കണ്ടാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ -1/√(1 - x² കണ്ടാൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, അടുത്തത്
അടുത്തത് ഇന്റഗ്രൽ 1/√(1 + x² dx = tan ഇൻവേഴ്സ് x+. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ കാണുന്നതാണ്. ഇത് മറക്കരുത്. ഓക്കെ, എന്താണ് ഇന്റഗ്രൽ 1/1 + x², 1/√ ഒന്നുമില്ല. ഇന്റഗ്രൽ 1/1 + x² dx എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x + c ആണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ ഫോമുലയും ഇന്റഗ്രൽ 1/√(1 - x² dx എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x + c ആണ്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ കോസ് ഇൻവേഴ്സ് വരുമ്പോൾ അവിടെ ഒരു എന്താണ് മൈനസ് വരുമെന്നേ ഉള്ളൂ. -1/√(1 - x² dx വരുമ്പോൾ കോസ് ഇൻവേഴ്സ് x ആവും. അത്രേ ഉള്ളൂ. ഒരു പ്ലസിൻ്റെയും മൈനസിൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. ഈ ഫോമുലാസ് ഇപ്പം തന്നെ പഠിച്ചു പോണേ, എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. ബാക്കി നേരത്തെ പഠിച്ചതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഒക്കെ. പക്ഷേ ഇതിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെക്കോ. അടുത്തത് -1/1 + x². അപ്പോൾ എന്തായിരിക്കും ഇവിടെ 1/1 + x² dx tan ഇൻവേഴ്സ് x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ -1/1 + x² dx ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ കോട്ട് ഇൻവേഴ്സ് x + c ആയിരിക്കും. എന്താണ്? കോട്ട് ഇൻവേഴ്സ് x + c ആയിരിക്കും. ഇനി ഇന്റഗ്രൽ 1/x√(x² - 1) കണ്ടോ, ഒരു x കൂടി ഉണ്ട്. ഇന്റഗ്രൽ 1/x√(x² - 1) ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, dx = sec ഇൻവേഴ്സ് x + c. കണ്ടോ, sec ഇൻവേഴ്സ് x + c ആണ്. അടുത്തത് ഇന്റഗ്രൽ -1/x√(x² - 1) dx എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് x + c ആണ്. എന്താണ്? കൊസീക് ഇൻവേഴ്സ് x + c. ഇവിടെ ശ്രദ്ധിക്കുക, അതിന്റെ കോ ഫംഗ്ഷൻ അല്ലെ, ഫംഗ്ഷനും കോ ഫംഗ്ഷനും ആണ് ഒരു മൈനസിന്റെ വ്യത്യാസം വരുന്നത്. ഫംഗ്ഷനും കോ ഫംഗ്ഷനും ഇവിടെ കണ്ടോ, 1/x√(x² - 1) dx എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് x ആണ്. അതുപോലെ ഇന്റഗ്രൽ -1/x√(x² - 1) എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് x ആണ് കേട്ടോ. സീക്കും കൊസീക്കും കോ ഫംഗ്ഷൻസ് അല്ലേ, അവർ തങ്ങളിലാണ് എന്ത് ഒരു മൈനസിന്റെ വ്യത്യാസം വന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. അപ്പൊ സീക്കോ കൊസീക്കോ ഏതെങ്കിലും ഒരെണ്ണം വരുന്ന പഠിച്ചു വെക്കുക, മറ്റത് അതിന്റെ മൈനസ് വരുന്നതാണെന്ന് ആലോചിക്കുക. ഇനി അതുപോലെ മുകളിൽ നോക്കിക്കുക, സൈനിന്റെ കേസ്, സൈനും കോസും അതുപോലെ കോ ഫംഗ്ഷൻസ് അല്ലേ. സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈനിന്റെ കോ ഫംഗ്ഷൻ കൊസൈൻ ആണ് കോസ് നമ്മൾ പറയുന്നത് കേട്ടോ. കൊസൈനെയാണ് നമ്മൾ കോസ് എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ. അപ്പോൾ സൈനിൽ വരുമ്പോൾ 1/√(1 - x² ആണ് സൈൻ ഇൻവേഴ്സ് x. പക്ഷേ കോസിൽ വരുമ്പോഴോ -1/√(1 - x² ആണ്. അപ്പോൾ അവിടെ സൈനിലും കോസിലും ഒരു മൈനസിന്റെ വ്യത്യാസം വന്നു. ഇനി ടാനിനും കോട്ടിലും കണ്ടോ, ടാനിന്റെ കോ ഫംഗ്ഷൻ ആണ് ടാൻ. കോട്ട് എന്ന് പറഞ്ഞാൽ കോ ടാൻജന്റ് ആണ്, ടാൻ ടാൻജന്റ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ്, കോ ഫംഗ്ഷൻസ് ആണ്. ടാൻ വന്നപ്പോൾ 1/√1 ഇല്ല, 1/1 + x² dx ആണ് ടാൻ ഇൻവേഴ്സ് x. സോ -1/1 + x² ആണ് കോട്ട് ഇൻവേഴ്സ് x എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കോ ഫംഗ്ഷൻസ് രണ്ടിലുമാണ് ഈ മൈനസിന്റെ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോണേ, കൂടെ തന്നെ പഠിച്ചു പോണേ. അപ്പം നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേഷൻ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അത് നന്നായിട്ട് അങ്ങ് തറവാക്കുക, അതിനുശേഷം ഇത് പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ, അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേഷൻ ഫോർമുല. ഇപ്പോൾ കുറച്ച് ബേസിക് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ആണ് പഠിക്കുന്നത്. നോക്കിക്കേ, ഇന്റഗ്രൽ 1/x² - a² dx ഉണ്ടോ. ഇന്റഗ്രൽ 1/x² - a² dx ആണ് 1/2a log x - a into x + a + c. ഓക്കെ, എന്താണ് 1/2a log x - a into x + a + c എന്ന് വരും. ഇനി ഇന്റഗ്രൽ 1/a² - x² ആണെങ്കിലോ 1/2a into log a + x into a - x. ഉണ്ടോ, ഇവിടെ x² - a² ആയിരുന്നപ്പോൾ x - a into x + a. ഇവിടെ a² - x² ആയപ്പോൾ a + x into a - x. അതേ ഉള്ളൂ വ്യത്യാസം. അടുത്ത നോക്കിക്കേ, 1/x² + a² ആകുമ്പോഴോ നേരത്തെ പറഞ്ഞു 1/, നോക്കിക്കേടാ നേരത്തെ നമ്മൾ പഠിച്ച ഫോർമുലയിലെ 1/1 + x² വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ? ടാൻ ഇൻവേഴ്സ് x ആയിരുന്നു അല്ലേ. നോക്കിക്കേടാ, ടാൻ ഇൻവേഴ്സ് x അല്ലേ. 1/1 + x² ടാൻ ഇൻവേഴ്സ് x + c ആയിരുന്നു. നോക്കിയേ, 1/x² + a² dx ആകുമ്പോൾ 1/a into ടാൻ ഇൻവേഴ്സ് x/a + c എന്ന് വരും. കണ്ടോ, 1/x² + a² ആകുമ്പോൾ. ഇവിടെയോ 1/1 + x² ആണെന്നപ്പോൾ നമ്മൾ എന്താ ടാൻ ഇൻവേഴ്സ് x അല്ലേടാ പഠിച്ചേ. അത് കമ്പയർ ചെയ്ത് പഠിക്കണേ, ശ്രദ്ധിക്കണേ. 1/1 + x² ആയിരുന്നപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് x എന്ന് കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കിക്കേ, 1/a²
എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ 1 ആയിരുന്നു, ഇവിടെ പകരം ഒരു വാല്യൂ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആയിരുന്നപ്പോൾ നമുക്ക് എന്താ വന്നേ, ആ വാല്യൂ ഇല്ലേ അതിന് 1/a ഇൻറ്റു എന്താണ് ബാക്കി പിന്നെ അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ. 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ ഒരു പ്ലസ് സി ഡി ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ 1/x ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്ത ഫോമുല നോക്കിക്കേ. 1/√(x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്) എന്താണ്, ലോഗ് മോഡ് എക്സ് പ്ലസ് √(x സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി). ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ √(x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്) x/2 ഇൻറ്റു √(x സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് √(x സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി). ഇതൊക്കെ ഫോമുലാസ് ആണ്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയടാ, നിങ്ങൾക്ക് അത്രത്തോളം ലെവലിലൊന്നും വരില്ല കേട്ടോ, ഓർത്തിരിക്കുക. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഈ ഫോമുലാസ് സൈനിൽ വരുന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് ടാനിൽ വരുന്നതുമായ ഫോമുലാസ് ഒക്കെ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഈ ഫോമുലാസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇന്റഗ്രൽ ഫോർ ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1. എന്താണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ എന്ത് വേണം, അതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1. അപ്പൊ എന്ത് വരുവാടാ, നമുക്ക് വേണം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇത് ഏത് ഫോമിലാണ് നോക്കിക്കേ, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്. നമുക്ക് എന്ത് വേണം, ഞാൻ പറഞ്ഞു ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് അല്ലെ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ആണ് അല്ലേടാ. ഇൻഡിവിജ്വലി നമ്മൾ ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ്, ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ്. കണ്ടോ, സൈൻ എക്സ് ഡി എക്സ് എന്നുണ്ട് കേട്ടോ, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചേ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് അല്ലെ, മൈനസ് കോസ് എക്സ് ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് കോസ് എക്സ് എന്ന് കൊടുത്തു പ്ലസ്. ഇനി എന്താ, ഇന്റഗ്രൽ 1 ഡി എക്സ്, ഇന്റഗ്രൽ 1 ഡി എക്സ് ഞാൻ പറഞ്ഞു, ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എക്സ് തന്നെയാണ്. ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്, എക്സ് ആണ് അല്ലേ. സോ മൈനസ് കോസ് എക്സ് പ്ലസ് എക്സ്. കഴിഞ്ഞോ ഇല്ല, പ്ലസ് സി. അപ്പൊ എന്താ വന്നേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് സി എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഇന്റഗ്രൽ ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2e റേസ് ടു എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. കണ്ടോ, ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ത് വരുവാടാ, നമ്മൾ എന്താ പഠിച്ചേ, ഇ റേസ് ടു എക്സ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ചോദിച്ചാൽ ഇ റേസ് ടു എക്സ് ആണ്. ഇനി ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി കൂടി വരും അല്ലേ. സോ ഇവിടെ എന്താണ്, 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇന്റഗ്രൽ 2 ഇ റേസ് ടു എക്സ് എന്താ നമ്മൾ പഠിച്ചേ, ഒരു കോൺസ്റ്റന്റും ഒരു ഫംഗ്ഷനും കൂടി വന്നാൽ കോൺസ്റ്റന്റ് എങ്കിൽ പുറത്തെടുത്തിട്ട് ഫംഗ്ഷൻസിന്റെ മാത്രം ഇന്റഗ്രേഷൻ എടുക്കുക അല്ലേ. സോ 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇന്റഗ്രൽ 2 ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്, 2 ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു 6 ഡി എക്സ്, ഇന്റഗ്രൽ എക്സ് റേസ് ടു 6 ഡി എക്സ് എന്താണ് ആ ഫോമുല, ഇന്റഗ്രൽ പവർ റൂൾ അല്ലേ, ഒരു പവർ അല്ലേ. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താ വന്നേ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രൽ എക്സ് റേസ് ടു 6 ഡി എക്സിനെ എക്സ് റേസ് ടു 6 പ്ലസ് 1 ബൈ 6 പ്ലസ് 1 അല്ലേ, അതായത് എക്സ് റേസ് ടു 7 ബൈ 7 പ്ലസ് സി. എളുപ്പമല്ലേടാ, ഈസി അല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അടുത്ത ദിവസം നോക്കിക്കേടാ, ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. എന്ത് ചെയ്യാം, അഡീഷൻ റൂൾ തന്നെ അല്ലേ. ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഓക്കെ, എങ്ങനെ എഴുതാം, ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഞാൻ പറയുവാണ് ഇന്റഗ്രൽ ഫസ്റ്റ്
എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4x² ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിക്കേ, കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടേമിനും സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ കൊടുത്ത് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4x² ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സിന് എന്ത് കൊടുക്കാടാ, ഇൻ്റഗ്രൽ x റേസ് ടു n ഡി എക്സ് അല്ലേ, x റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. സോ എന്ത് വരും ഇവിടെ, x റേസ് ടു n പ്ലസ് 1 3 പ്ലസ് 1 4 ബൈ 4 കണ്ടോ, പ്ലസ് ഇങ്ങനല്ലേ വരുന്നേ, n പ്ലസ് 1 ബൈ n പ്ലസ് 1 x റേസ് ടു 4 ബൈ 4 പ്ലസ് പിന്നെ ആരാ ഉള്ളേ 4 ഇൻറ്റു ഇൻ്റഗ്രൽ x² ഡി എക്സ് ഇങ്ങനല്ലേ എഴുതുന്നേ ആണ് പ്ലസ് ഇനി ആരാ 3x ഡി എക്സ്. അപ്പോൾ 3യും കോൺസ്റ്റൻ്റ്, 3നെയും പുറത്തെടുത്തു, 3 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 1x ഡി എക്സ് എന്താടാ, എക്സ് തന്നെയല്ലേ ആണ്, എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി ഇൻ്റഗ്രേഷനിൽ കിടക്കുന്ന ആൾക്കാരോട് നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും, എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ x² ഡി എക്സ്, ഇൻ്റഗ്രൽ x റേസ് ടു n ഡി എക്സ്, x റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. സോ x റേസ് ടു 2 പ്ലസ് 1, x റേസ് ടു 2 പ്ലസ് 1, സോ x റേസ് ടു 3 ബൈ 2 പ്ലസ് 1, അതായത് x റേസ് ടു 3 ബൈ 3. സോ x റേസ് ടു 3 ബൈ 3 പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. അപ്പോൾ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ഡി എക്സ്, എക്സ് റേസ് ടു 1 എന്താണ്, 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1. സോ എക്സ് റേസ് ടു 1 പ്ലസ് 1 2 x² ബൈ 2. സോ 3 ഇൻറ്റു x² ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. ഇങ്ങനല്ലേ വരുന്നേ, ഇങ്ങനല്ലേ. ഇനി എന്താണ്, എക്സ് റേസ് ടു 4 ബൈ 4, എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് എന്താണ് 4x³ ബൈ 3, അതായത് 4 ബൈ 3 x³ എഴുതി കൂടെടാ, 4 ബൈ 3 x³ പ്ലസ് 3x² ബൈ 2, 3 ബൈ 2 x² എഴുതാം, 3 ബൈ 2 x² പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. നോക്കിക്കേ, ക്ലിയർ അല്ലേ, എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രേഷൻ. ഇതാണ് പവർ റൂൾ വെച്ച് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത്. എളുപ്പമല്ലേ? ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത നോക്കിക്കേടാ, എന്താണ്, സോൾ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 3 സൈൻ എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 3 സൈൻ എക്സ് ഡി എക്സ്. എന്ത് കൊടുക്കാം, ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 3 സൈൻ എക്സ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3 സൈൻ എക്സ് ഡി എക്സ് കൊടുക്കാമല്ലോ, കൊടുത്തൂടെ? അപ്പോൾ എന്ത്, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, എക്സ് ഡി എക്സ് എക്സ് റേസ് ടു n ഡി എക്സ്, എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 x² ബൈ 2 പ്ലസ് 3 ഇൻറ്റു എന്താണ്, 3 ഇൻ്റഗ്രൽ 3 സൈൻ എക്സ് ആണ്, അപ്പോൾ 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ്, 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ സ്ക്വയർ ബൈ 2 പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സോ മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് വരും. x² ബൈ 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 കോസ് എക്സ് പ്ലസ് സി എന്ന് വരും. മനസ്സിലായോ? ഈസി അല്ലേടാ? ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.